വിവാദ ഹെലികോപ്റ്റർ യാത്ര വിശദീകരണത്തിൽ വഴുതിക്കളിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിക്ഷേപകർ കൊച്ചിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ പോയപ്പോൾ കണ്ടതെന്ന് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിശദീകരണം. നിക്ഷേപകരെ കാണാൻ വേണ്ടിയാണ് സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നായിരുന്നു തിങ്കളാഴ്ചത്തെ നിലപാട്. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത് പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ. വിശദാംശങ്ങളുമായി വി എസ് അനു ചേരുകയാണ്. അനു, മുഖ്യമന്ത്രി രഹസ്യമായി കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതല്ല, ജനങ്ങളായ നമ്മൾ ഇതറിയേണ്ടതാണ് എന്നൊരു കാര്യം കൂടി അതിൽ ഉൾപ്പെടുന്നു. അതുകൂടാതെ മുഖ്യമന്ത്രി 2 ദിവസം 2 വാദങ്ങളാണ് ഈ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലിഷ, മുഖ്യമന്ത്രിയുടെ വിവാദമായ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട 2 വിശദീകരണങ്ങളാണ് മുഖ്യമന്ത്രി നൽകിയത്. പക്ഷേ ഈ 2 വിശദീകരണങ്ങളും പരസ്പരം ഘടകവിരുദ്ധം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിങ്കളാഴ്ച അദ്ദേഹം പറഞ്ഞത് ചില നിക്ഷേപകരെ കൊച്ചിയിലെത്തി കാണാനുള്ളത് കൊണ്ടാണ്, പ്രത്യേകിച്ച് അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടു, അതിനുശേഷം അവർക്ക് ഡൽഹിയിൽ പോകണം, താൻ കാണാതിരുന്നാൽ ശരിയാകില്ല എന്നുള്ളത് കൊണ്ടാണ് താൻ ഹെലികോപ്റ്ററിൽ കയറി അവിടെ പോയി നിക്ഷേപകരെ കണ്ടതെന്നുള്ള മറുപടിയാണ് തിങ്കളാഴ്ച നൽകിയതെങ്കിൽ ഇന്ന് അദ്ദേഹം പറയുന്നത് താൻ കൊച്ചിയിലുള്ളത് കൊണ്ടാണ് നിക്ഷേപകരെ കണ്ടത് എന്നുള്ളതാണ്. അതായത് പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഈ നിക്ഷേപകരെ കാണുമ്പോൾ സ്വാഭാവികമായും ഒന്നുകിൽ വ്യവസായ മന്ത്രിയെ കൂട്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രഹസ്യമായി ആരാണ് നിക്ഷേപകർ എന്നതിങ്ങനെ രഹസ്യമായി വയ്ക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് അത് ചില കാര്യങ്ങൾ ചിലരെ രഹസ്യമായിട്ട് തന്നെ കാണേണ്ടി വരും എന്നുള്ള വളരെ വിചിത്രമായൊരു മറുപടി മുഖ്യമന്ത്രി ഇന്ന് നൽകിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം ഒരു കള്ളമെങ്കിലും പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വിമർശനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ചു. ഇന്ന് അതൊരു ചോദ്യമായി മുഖ്യമന്ത്രിയോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെക്കുറിച്ച് എന്താണ് ഇവർ പറഞ്ഞു കടന്നത്, അത് ആർക്കാണ് ഗുണകരമായത്, അതൊക്കെ ജനം തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു മറുപടിയും മുഖ്യമന്ത്രി ഇന്ന് നൽകിയിട്ടുണ്ട്. ശരി, എന്തായാലും രഹസ്യമായി പോയി കണ്ട ഇൻവെസ്റ്റർ ആരാണെന്ന് മാത്രമാണ് അറിയാനുള്ളത്. വിവരങ്ങളാണ് VS അനു നൽകിയത്.